ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും സ്വർഗീയ മന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ചോദ്യം 1. ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം ഏത്? ഉത്തരം മിക്കായുടെ പൂജാഗൃഹം. ചോദ്യം 2. മിക്ക താമസിച്ചിരുന്ന സ്ഥലം ഏത്? ഉത്തരം എഫ്രായിം മലനാട്. ചോദ്യം 3. ആരുടെ നാണയങ്ങളാണ് മിക്ക എടുത്തത്? ഉത്തരം അമ്മയുടെ. ചോദ്യം 4. എത്ര നാണയങ്ങളാണ് മിക്ക എടുത്തത്? ഉത്തരം 1100 വെള്ളി നാണയങ്ങൾ. ചോദ്യം 5. നഷ്ടപ്പെട്ട നാണയങ്ങളെപ്പറ്റി അമ്മ ഉച്ചരിച്ചത് എന്ത്? ഉത്തരം ശാപം. ചോദ്യം 6. താനാണ് നാണയങ്ങൾ എടുത്തത് എന്ന് പറഞ്ഞപ്പോൾ മിക്കായുടെ അമ്മ, എൻ്റെ മകനെ, കർത്താവ് നിന്നെ എന്തു ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്? ഉത്തരം അനുഗ്രഹിക്കട്ടെ. ചോദ്യം 7. മിക്ക അമ്മയ്ക്ക് വെള്ളി തിരികെ കൊടുത്തപ്പോൾ അമ്മ അത് ആർക്കു വേണ്ടിയാണ് മാറ്റിവെച്ചത്? ഉത്തരം കർത്താവിന്. ചോദ്യം 8. മിക്കായുടെ അമ്മ തൻ്റെ മകനു വേണ്ടി എന്തുണ്ടാക്കാനാണ് ആ വെള്ളി നാണയങ്ങൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞത്? ഉത്തരം ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും. ചോദ്യം 9. എത്ര വെള്ളി നാണയങ്ങളാണ് അമ്മ തട്ടാനെ ഏൽപ്പിച്ചത്? ഉത്തരം 200. ചോദ്യം 10. മിക്ക ഭവനത്തിൽ പ്രതിഷ്ഠിച്ചത് എന്ത്? ഉത്തരം ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും. ചോദ്യം 11. അവൻ ഒരു ഡാഷും വിഗ്രഹങ്ങളുമാണ് ഉണ്ടാക്കിയത്. ഉത്തരം എഫോദും. ചോദ്യം 12. അന്ന് ഇസ്രായേലിൽ ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നതിന് കാരണം എന്ത്? ഉത്തരം രാജവാഴ്ച ഇല്ലായിരുന്നു. ചോദ്യം 13. മിക്ക ആരെയാണ് പുരോഹിതനായി അവരോധിച്ചത്? ഉത്തരം തൻ്റെ ഒരു പുത്രനെ. ചോദ്യം 14. യൂദായിലെ ബെത്ലഹേമിൽ യൂദാ വംശജനായ യുവാവ് ആരായിരുന്നു? ഉത്തരം ഒരു ലേവ്യൻ. ചോദ്യം 15. ലേവ്യൻ എന്തന്വേഷിച്ചാണ് മിക്കായുടെ ഭവനത്തിൽ എത്തിയത്? ഉത്തരം ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ചോദ്യം 16. നീ എനിക്കൊരു പിതാവും പുരോഹിതനുമായിരിക്കുക. ആര് ആരോട് പറഞ്ഞു? ഉത്തരം മിക്ക ലേവ്യനോട്. ചോദ്യം 17. വർഷം തോറും എന്തെല്ലാം നൽകാമെന്നാണ് മിക്ക ലേവ്യനോട് പറഞ്ഞത്? ഉത്തരം 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും. ചോദ്യം 18. ആ യുവാവ് അവന് പുത്രനെ പോലെയായിരുന്നു. ആര് ആർക്ക്? ഉത്തരം ലേവ്യൻ മിക്കായ്ക്ക്. ചോദ്യം 19. ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ എങ്ങനെയാണ് താമസമാക്കിയത്? ഉത്തരം പുരോഹിതനായി. ചോദ്യം 20. ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് താൻ എന്ത് അറിയുന്നു എന്നാണ് മിക്ക പറഞ്ഞത്? ഉത്തരം കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു.